വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കേസസ് ഒക്കെ കൂടി വരുവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഞാനിന്ന് ഒരു ചിക്കൻ ഫ്രൈ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, ട്രൈ ചെയ്യുക. പിന്നെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് അതൊന്ന് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തേക്കണതാണ്. മഞ്ഞൾ വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്തിരിക്കണതാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എരിവൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് റോസ്റ്റിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് പച്ചമുളകോ കാന്താരി മുളകോ എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പിന്നെ 1 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 സവാളയും 1 തക്കാളി, അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കണത്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി കൂടുതൽ ഇടുന്നത് നല്ലതാണ്, ടേസ്റ്റാണ്. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. രണ്ട് വശം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മളപ്പോൾ ഈ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തു. അതൊന്നായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചേക്കണ 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. സവാളയ്ക്ക് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ തക്കാളിയും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ആ ചിക്കൻ വറുത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് യോജിച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ.
ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.